വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ലോകം തന്നെ ഏറ്റവും ശക്തയായ വനിതകളിൽ ഒരാളായി വിലയിരുത്തിയ ഒരു വ്യക്തിത്വമാണ് ബീഗം ഖാലിദ സിയ. പക്ഷേ രണ്ട് സ്ത്രീകൾക്കിടയിലുള്ള രാഷ്ട്രീയ പോരിൽ അവർക്ക് ഒരുപക്ഷെ അവരുടെ ആരോഗ്യം പോലും അതിന് ഒരു വിലയായി കൊടുക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. കാരണം ചികിത്സയ്ക്ക് വിദേശത്ത് പോകാൻ പോലും അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരിക്കും ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ ബീഗം ഖാലിദ സിയ രേഖപ്പെടുത്തപ്പെടുക? ലോകരാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു ഇടം രേഖപ്പെടുത്തിയ ഒരു വനിതയാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP എന്ന പാർട്ടിയുടെ പരമാധ്യക്ഷ എന്ന നിലയിൽ ഒരു ബൈപോളാറിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തിൽ രണ്ട് ധ്രുവങ്ങളായി നിന്ന് രണ്ട് വനിതകൾ, ഒരു വശത്ത് ബംഗ്ലാദേശിന്റെ അവാമി ലീഗ്, ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ്, മുജിബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന, ഇപ്പോൾ ഇന്ത്യയിൽ അഭയത്തിലുള്ള ഷെയ്ഖ് ഹസീന ഒരു വശത്തും, മറുവശത്ത് മുൻ പട്ടാള ജനറലും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സിയാവുർ റഹ്മാന്റെ വിധവ ഷെയ്ഖ് ഖാലിദ സിയ മറുവശത്തും, ബീഗം ഖാലിദ സിയ മറുവശത്തും. ഇങ്ങനെയായിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയം. ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടോളമായി അങ്ങനെയായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം. അവിടെ ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയെ നയിക്കുന്നതിനോടൊപ്പം തനിക്ക് ലഭിച്ച സമയത്തെ ബംഗ്ലാദേശിന്റെ ഭരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയും ആണ്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ രാഷ്ട്രീയ പീഡനങ്ങൾ അനുഭവിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും കൊടിയ ക്രൂരതകൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യവും ഖാലിദ സിയയ്ക്കുണ്ട്. അതുകൊണ്ട് ഖാലിദ സിയയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യ അനുകൂല നിലപാടാണ് ഷെയ്ഖ് ഹസീന പുലർത്തിയതെങ്കിൽ പലപ്പോഴും ഇന്ത്യയോട് ഒരു മിതത്വം പാലിക്കുന്ന നിലപാടായിരുന്നു ഖാലിദ സിയയുടേത്. ആ ഒരു വ്യത്യാസം എപ്പോഴും ഇന്ത്യ നോട്ടീസ് ചെയ്തിരുന്നു. എപ്പോഴെല്ലാം അവാമി ലീഗ്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം ബംഗ്ലാദേശ് പുലർത്തിയിരുന്നു. പക്ഷെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയോ ഷെയ്ഖ് ഹസീനയോ ഷെയ്ഖ് ഖാലിദ സിയയോ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുള്ള നിലപാടിൽ ചെറിയ മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയത്തിലാണ്. ആ വ്യക്തിക്കെതിരെയുള്ള വധ ഉത്തരവ്, അല്ലെങ്കിൽ കോടതിയുടെ മൂട്ട് കോർട്ടിന്റെ അല്ലെങ്കിൽ കാങ്കറു കോർട്ടിന്റെ, ഇന്ത്യ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സംവിധാനമല്ലത്, അങ്ങനെ ഒരു കോടതിയുടെ വിധി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്ക് തന്നെ, അവാമി ലീഗിന് തന്നെ ബംഗ്ലാദേശിൽ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായ രാഷ്ട്രീയ കക്ഷി ബീഗം ഖാലിദ സിയയുടെ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ്. അതിന്റെ പുതിയ നേതാവായി ഇംഗ്ലണ്ടിൽ 17 വർഷത്തോളം പ്രവാസത്തിലായിരുന്ന, കുളിവിലായിരുന്ന മകൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തി. ഇപ്പൊ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ലെഗസി ഉണ്ട്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന പാർട്ടിയുടെ ലെഗസി പേറിയ തീർച്ചയായും ബീഗം ഖാലിദ സിയ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു മരണം അത് തീർച്ചയായും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിടവ് തന്നെയാണ്. പക്ഷെ ഏറെക്കാലം രോഗബാധിതയായിരുന്നു എന്നതുകൊണ്ട് സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണം എന്ന നിലയിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ അതിനെ കണക്കാക്കുന്നത്. പക്ഷെ എങ്ങനെ വരുമ്പോഴും ബംഗ്ലാദേശിന്റെ ഒരു ആധുനിക ബംഗ്ലാദേശിനെ കെട്ടിപ്പടുത്ത രണ്ട് വനിതകളിൽ ഒരാൾ ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ബാക്കിപത്രം. ഒരുപക്ഷെ ഈ 17 വർഷങ്ങൾക്ക് ശേഷം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ തിരിച്ച് ബംഗ്ലാദേശിലെത്തി. ഇന്നലെ നോമിനേഷൻ കൊടുത്തു. BNP ശക്തമായി തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. ആ ഒരു സമയത്ത് ഖാലിദ സിയയുടെ ഈ അന്ത്യം അത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോവുക? ഏറെ രാഷ്ട്രീയ പരിചയം നേടേണ്ടതുണ്ട് താരിഖ് റഹ്മാൻ. അതായത് ബീഗം ഖാലിദ സിയയുടെ മകൻ എന്നത് മാത്രമല്ല, മുൻ പട്ടാള മേധാവി സിയാവുർ റഹ്മാന്റെ മകൻ കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഫാമിലിയിൽ നിന്ന് വരുന്ന പൊതുരംഗത്തെ ഏറെ പരിചയമുള്ള ഒരു ലെഗസിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് താരിഖ് റഹ്മാനിൽ വലിയ പ്രതീക്ഷയാണ് ബംഗ്ലാദേശിലെ ആളുകൾ വെച്ചു പുലർത്തുന്നത്. അതൊരു അംഗീകൃത രാഷ്ട്രീയ കക്ഷിയാണ്. അതായത് പുതിയതായി വന്ന ഏതാനും പാർട്ടികളുണ്ട്. ഇപ്പൊ ബാധിക്കപ്പെട്ട ഹാദി രൂപീകരിച്ച ഒരു ചെറിയ പാർട്ടിയുണ്ട്, ഇൻക്ലാബ് മഞ്ച് പാർട്ടി. അതുപോലെ ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ഇതൊക്കെ പുതിയതായി രൂപപ്പെട്ട പാർട്ടികളാണ്.
അപ്പൊ അതിന്റെയൊക്കെ നയങ്ങൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇന്ത്യയും അത് ആകാംക്ഷാപൂർവ്വം നോക്കി നിൽക്കുകയാണ്. പക്ഷെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ത്യക്കുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ പാർട്ടിയുടെ സാരഥ്യം ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുകയും ജയിച്ചു വരാനുള്ള സാഹചര്യവും കാണുന്നു. കാരണം ബംഗ്ലാദേശിലെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ചില പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഗ്രൂപ്പുകളും ആരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ് യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ കാണുന്നത് ആരെയാണെങ്കിലും പിന്നിൽ നിന്നുകൊണ്ടുള്ള ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നത് ആരാണ് എന്നത് കാതലായ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും താരിഖ് റഹ്മാൻ മുന്നോട്ട് പോകും. താരിഖ് റഹ്മാൻ ഭരണപരിചയം തീരെ ഉണ്ടാവില്ല. പക്ഷേ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ മറ്റ് സമുന്നതരായ നേതാക്കൾ ഉണ്ട്. അവരുടെ സഹായത്തോടുകൂടി ഒരുപക്ഷെ ഭരണത്തിലെത്താൻ കഴിയും. പക്ഷേ ആ ഭരണകൂടം അങ്ങനെ എത്തിയാൽ പോലും ഭരണകൂടം നിയന്ത്രിക്കുന്നത് ആരാകും എന്ന ഒരു ആശങ്കയുണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമെന്നതിനെ കുറിച്ച് 100% വിശ്വാസമില്ലാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രൊജക്ഷൻസ് എല്ലാം തന്നെ. യഥാർത്ഥത്തിൽ അടുത്ത മാസം ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കേണ്ടത്. അതിനു മുൻപ് തികച്ചും കുഴഞ്ഞു പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിരന്തര പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് അവാമി ലീഗിന്റെ പ്രവർത്തകർ ഇതിനെ നേരിടുന്നത്? ഇപ്പോഴും നിലവിൽ അവാമി ലീഗ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം ഒരു താൽക്കാലിക കാവൽ ഭരണകൂടം മാത്രമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല. അതിനൊരു മാൻഡേറ്റുമില്ല. ഇടക്കാല ഒരു അധ്യക്ഷൻ മാത്രമാണ് ഇപ്പോഴത്തെ നേതാവ് മുഹമ്മദ് യൂനിസ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു പരീക്ഷണങ്ങൾക്കുള്ള സമയമായി ബംഗ്ലാദേശിൽ. ആ പരീക്ഷണങ്ങൾ എത്രത്തോളം വിജയകരമാകും, ഇന്ത്യ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ ഇനിയും നോക്കി കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് ഞങ്ങളോട് ഇത്ര വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ ഇന്ന് രാവിലെ ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർപേഴ്സണാണ്. ലിവർ സിറോസിസും ആർത്രൈറ്റിസും അടക്കം നിരവധി രോഗങ്ങൾ അവരെ ബാധിച്ചിരുന്നു. 91-ൽ ആദ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി, 96 വരെ തുടർന്നു. പിന്നീട് 2001-2006 കാലഘട്ടത്തിലും ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. മുൻ പ്രധാനമന്ത്രി സിയാവുർ റഹ്മാൻ്റെ ഭാര്യ കൂടിയായ ഖാലിദ സിയ ഭർത്താവിൻ്റെ കൊലപാതകത്തെ തുടർന്ന്, ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് 81-ൽ ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ, ലോകത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തയായ വനിതകളിൽ ഒരാളായി രേഖപ്പെടുത്തിയിട്ടുള്ള ബീഗം ഖാലിദ സിയ വിടവാങ്ങുമ്പോൾ അതൊരു ചരിത്രപരമായ സംഭവം കൂടിയാണ്. അതേസമയം ബംഗ്ലാദേശിൽ 13ാമത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുകയാണ്. BNPയുടെ ആക്ടിംഗ് ചെയർമാനായ ബീഗം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ധാക്ക 17, ബോഗ്ര 6 എന്നീ മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും താരിഖ് മത്സരിക്കുക.